അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ് സംസം കിണർ കുഴിച്ചത്. തർക്കം കൊണ്ട് ഉള്ള സ്വർണവും മറ്റൊക്കെ മൂടിയിട്ട് അത് കുഴിച്ചു മൂടിയിരുന്നു. 3 വട്ടം അബ്ദുൽ മുത്തലിബിന് നിർദ്ദേശം വന്നു, സംസം കിണറിന്റെ സ്ഥലം കാണിച്ചു കൊടുത്തു, കുഴിക്കാന്ന് പറഞ്ഞു. കുഴിക്കാന്ന് പറഞ്ഞപ്പോ കൂടെ ആരും നിന്ന് കൊടുത്തില്ല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, കുഴിക്കാൻ ഞാൻ തീരുമാനിച്ചു, കുഴിക്കന്നെ ചെയ്യുന്നു. മകനെയും കൂട്ടി, ഹാരിത്ത് എന്ന മകനെയും കൂട്ടി സംസം കിണറാണ് കുഴിച്ച് കുറെ കഴിഞ്ഞപ്പോണ്ട് സ്വർണവും മറ്റുമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചപ്പോ ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ഞങ്ങളുണ്ട്. ആരും വേണ്ട റബിക്കുളിന്ന്, ആരും വേണ്ട. പുറത്ത് സ്വർണവും മറ്റേക്ക് വെച്ച പിന്നെ ആൾക്കാർ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, ആരും വേണ്ട പൊയ്ക്കുളിന്ന് പറഞ്ഞു. അവസാനം വരെ കുഴിച്ചു, ക്ലീൻ ആക്കി അങ്ങോട്ട് സംസം കിണർ റെഡിയാക്കി വന്നപ്പോ പലരും വന്നിട്ട് പറഞ്ഞു, കുടിച്ചത് നിങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ അവകാശവും കാര്യങ്ങളൊക്കെ, ഞങ്ങളും ഈ നാട്ടുകാരാണെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, തരൂലെന്ന് പറഞ്ഞു. ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞ ആ വാക്കാണ്. അതാണ് പവറുള്ള നേതാവാന്ന് പറഞ്ഞു, വെറുതെ പറഞ്ഞല്ല. ഈ ധീരത കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധത്തിൽ മുന്നോട്ട് ചീറിപ്പാഞ്ഞ് വരാൻ നോക്കുന്ന ആളുകളോട് പറഞ്ഞത്, അനൻ നബിയ്യു ലാ കദിബ് അന ബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാ, ധൈര്യമുള്ളവര് വരി. ഒറ്റക്കാന്ന് കരുതിയിട്ടൊക്കെ ശരിയാക്കാന്നല്ല ഞങ്ങളുടെ ഉദ്ദേശം, വന്നോളി, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ധൈര്യത്തിന് കുറവില്ല. അബ്ദുൽ മുത്തലിബിന്റെ മോൻ ഒറ്റക്കല്ലേ എന്റെ ഉപ്പാപ്പ, എന്റെ വല്യുപ്പ കിണർ കുഴിച്ചത്, കൂടെ മൂത്തൊരു മകനും കൂട്ടിക്കൊടുത്തില്ലേ? നിങ്ങളെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ സഹായത്തിന് വന്നോ? അത്രയും പ്രയാസപ്പെട്ട ആ വലിയ സുഹൃതം നിർവഹിക്കുമ്പോ വെള്ളം അങ്ങോട്ടായ സമയത്ത് കുടിക്കാൻ പിന്നെ തർക്കം കൂടി. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇത് തീരുമാനിക്കാൻ ഒരു മധ്യസ്ഥനെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് പോകാം യമനിലേക്ക്. അവിടെ കുറെ ആളുകളുണ്ട്, കുറെ പണ്ഡിതന്മാരൊക്കെ ഉള്ള നാടാണ്, അങ്ങോട്ട് പോകാന്നോ. പോകുന്ന വഴിയിൽ അബ്ദുൽ മുത്തലിബും ഒരു കൂട്ടരും ഒരു ഭാഗത്ത്, വേറെ കുറെ ആളുകൾ അവകാശവാദം ഉന്നയിച്ച് വേറൊരു ഭാഗത്ത്. യാത്രക്കിടയിൽ അബ്ദുൽ മുത്തലിബിന്റെ കൂടെയുള്ള ആളുകൾക്ക് വെള്ളം ആവശ്യം വന്നു. യാത്രയിലൊരു വെള്ളം ചോദിച്ചാൽ കൊടുക്കൽ സ്വാഭാവികല്ലേ, അവിടെ വ്യത്യാസമുണ്ടോ? അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങളെ കൂടെ വെള്ളല്ലേ, വെള്ളം തരണം. തരൂലെന്ന് പറഞ്ഞവര്. മറുപക്ഷത്തുള്ള ആൾക്കാർ തരൂലെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് യാത്ര ഒരു ഭാഗത്ത് നിർത്തിയിട്ട് കൂടെ ഉള്ളവരോട് ഇവിടെ കുഴിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ കുഴിക്കണം, അള്ളാഹു നമുക്ക് വെള്ളം തരും, ഇവിടെ കുഴിക്കണം. നമ്മൾ സത്യത്തിന്റെ പക്ഷത്തല്ല, അള്ളാഹു വെള്ളം തരുന്നു. വെള്ളം കിട്ടുന്ന ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് കുഴിച്ചു, വെള്ളം കിട്ടി. വെള്ളം കിട്ടിയപ്പോ അവര് പറഞ്ഞു, നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനമായിട്ടുണ്ട്. കാരണം ഈ മരുഭൂമിയുടെ ഉണക്കപ്പറമ്പിൽ ഇങ്ങനെ വെള്ളം നിങ്ങൾക്ക് അള്ളാഹു തആല നിങ്ങൾ കുഴിക്കാൻ പറഞ്ഞു കുഴിച്ചിട്ട് തന്നെങ്കിൽ ആ സംസമിന്റെ അധികാരവും മേൽനോട്ടൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്. ഈ ചർച്ചക്കൊന്നും പോണ്ട, തിരിച്ചു പോവാം. തിരിച്ചു വന്നു. അബ്ദുൽ മുത്തലിബിന്റെ ധീരതയാണ്.